സവർക്കർക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇന്ന് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നത് നമ്മൾ കണ്ടു. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള സവർക്കറെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇങ്ങനെ ആക്ഷേപിക്കരുത്, ഈ ആക്ഷേപം ഇനിയും തുടർന്നാൽ കോടതിക്ക് സ്വമേധയാ നടപടികളെടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധിക്ക് നൽകുകയാണ്. ഒപ്പം ചില വിവാദമായ പരാമർശങ്ങൾ കൂടി സുപ്രീം കോടതി നടത്തുന്നുണ്ടെന്ന് വെച്ചാൽ സവർക്കറുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഒരു കത്തെഴുതിയിരുന്നു, അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട്. അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുത്തശ്ശിയുടെ നിലപാട് തന്നെ പേരമകനും സ്വീകരിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള മറുചോദ്യങ്ങൾ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിറയുന്നുണ്ട്. മാത്രമല്ല സുപ്രീം കോടതി വി ഡി സവർക്കറുടെ കാര്യത്തിൽ എടുത്ത ഇങ്ങനെ ഒരു പരാമർശം അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ ആ വിഷയം രണ്ടാമതായി സംസാരിക്കുന്നു നമ്മൾ. നിഷാദ്, സുപ്രീം കോടതിയുടെ സവർക്കറുടെ കാര്യത്തിലുള്ള ഇന്നത്തെ ഒരു കരുതലും അത് വെച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ചൊരിയുന്ന വിമർശനങ്ങളും എങ്ങനെ എടുക്കണം? ഒന്നാമത്തെ കാര്യം, രാജ്യത്തെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള മനുഷ്യർ, പ്രതീകങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, രാഷ്ട്രപിതാവ്, നമ്മുടെ പൂർവ്വപിതാക്കളിൽ തന്നെ അങ്ങനെ വലിയ അഭിമാന സ്തംഭങ്ങളായ മനുഷ്യരുണ്ടല്ലോ, അവരെയൊക്കെ അധിക്ഷേപിക്കുന്നു. അവർക്കെതിരായിട്ടുള്ള നിന്ദാ പരാമർശങ്ങൾ ഇവയൊക്കെ വേണമെങ്കിൽ കോടതിക്ക് ഇടപെടാവുന്നതോ കേസെടുക്കാൻ കഴിയുന്നതായിട്ടുള്ള നിയമപരമായ സാഹചര്യമുള്ള നാടാണ് ഇന്ത്യ. കാരണം ഇത്തരം നമ്മുടെ ചരിത്ര സ്മാരകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാന സിംബൽസ് അല്ലെങ്കിൽ രാഷ്ട്രനായകർ ഇവരെയൊക്കെ അധിക്ഷേപിച്ചാൽ പല വകുപ്പുകൾ കൊണ്ട് കേസെടുക്കാനും കോടതിക്ക് ഇടപെടുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളായ ആളുകളെ അപകീർത്തിപ്പെടുത്താൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അതിനകത്ത് കോടതിക്ക് ഇടപെടാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അത്ര ഗൗരവതരമായ സംഗതി ഒന്നും അല്ലെങ്കിലും കോടതിക്ക് അതിനകത്ത് ഇടപെടാവുന്നതാണ്. പക്ഷേ ഈ ആരൊക്കെയാണ് രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭങ്ങൾ, ആരൊക്കെയാണ് ചരിത്രത്തിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തവർ, സംഭാവന നൽകിയവർ, ആരൊക്കെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സവർക്കർക്കെതിരായിട്ടുള്ള വിമർശനം ഒരാൾ ഉന്നയിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയെ വിമർശിക്കാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അധികാരവും ധൈര്യവും എന്ന ചോദ്യം കോടതി എങ്ങനെ ചോദിക്കും? സവർക്കറുടെ കാര്യത്തിൽ അദ്ദേഹം ശരിയാവണ്ണം നമ്മുടെ സ്വാതന്ത്ര്യ സമര മൂവ്മെൻറ്റിൻ്റെ ഒപ്പം നിന്നയാളാണോ എന്ന ചോദ്യം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തരുന്ന ഒരു സങ്കീർണമായിട്ടുള്ള മറുപടികൾ തരുന്ന ഒരു കാര്യമാണ് എന്നറിയാം. യെസ്, ശരിയാണ്. അദ്ദേഹം അഭിനവ് ഭാരതിയൊക്കെ ഉണ്ടാക്കുകയും ആദ്യത്തെ കാലത്ത് വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടമാവുകയും രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി ചിന്തിക്കുകയൊക്കെ ചെയ്ത ആളാണ്. ജയിലിലും അദ്ദേഹം കിടന്നിട്ടുണ്ട്. പക്ഷേ 1924 ശേഷം അദ്ദേഹം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനാവുകയും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഉണ്ടാക്കുകയും ഹിന്ദു മഹാസഭയുടെ ഒപ്പം ചേരുകയും ചെയ്തതിനു ശേഷം ഇന്ത്യൻ മണ്ണിന് വേണ്ടി, ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടി, ഏകീകൃത ഇന്ത്യ, ഐക്യ ഇന്ത്യ, ബഹുസ്വര ഇന്ത്യ എന്ന് പറയുന്ന ഗാന്ധിയും നെഹ്റുവും അല്ലെങ്കിൽ അന്നത്തെ പ്രധാനപ്പെട്ട സുഭാഷ് ചന്ദ്രബോസും പോലെയുള്ള പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ആശയത്തിൻ്റെ കൂടെ അദ്ദേഹം നിന്നിട്ടുണ്ടോ? 24 ശേഷം എന്തായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇദ്ദേഹത്തിനുള്ള കോൺട്രിബ്യൂഷൻ? അദ്ദേഹം ആദ്യം ശരിയാണ് ഇന്ത്യ വിമോചിക്കപ്പെടണമെന്നുള്ള ആശയം ഉണ്ടാവുകയും അഭിനവ് ഭാരതിയിൽ പങ്കാളിത്തം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 24 കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ബ്രിട്ടീഷുകാരോട് പോരാടുകയല്ല വേണ്ടത്, ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് നിൽക്കലാണ് എന്ന് തോന്നി. എന്തുമാത്രം ചരിത്രരേഖയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് 6 തവണ മാപ്പെഴുതുന്നത്. മാപ്പെഴുതി പുറത്തു വന്ന അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നിലപാട് സ്വീകരിച്ചതിന് ചരിത്രത്തിൽ നമുക്ക് തെളിവുകൾ കാണാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ പരാമർശം അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ദാസനായിരുന്നു, പെൻഷൻ വാങ്ങി എന്നുള്ളതാണ്. പെൻഷൻ വാങ്ങുന്ന കാര്യത്തിൽ ശരിയാണ്, കാരണം കൃത്യമായിട്ടുള്ള ഡേറ്റ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം മാസം 60 രൂപ പെൻഷൻ വാങ്ങിയെന്നാണ് ചില ചരിത്രകാരന്മാർ ആരോപിക്കുന്നത്. അതേസമയം അദ്ദേഹം മാപ്പപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ മാപ്പപേക്ഷയിൽ പെൻഷൻ വേണമെന്നും പറയുന്നില്ല. പുറത്തിറങ്ങിയ അദ്ദേഹം പക്ഷേ ബ്രിട്ടീഷുകാരുടെ സേവകനായിരുന്നു രാഹുൽ ഗാന്ധി പറയുന്നത്. പുറത്തിറങ്ങി അദ്ദേഹം ബ്രിട്ടീഷ് എംപറർ രാഷ്ട്രത്തിനെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം അങ്ങനെ ഒരു യുവാക്കളെ സംഘടിപ്പിക്കുക, പ്രതിഷേധത്തുമായി ഇറങ്ങുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് ആവശ്യമായിട്ടുള്ള തീ ഊതുക, ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല വിനീത വിധേയനായി തുടരുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല ഹിന്ദു രാഷ്ട്രമായി ഇതിനെ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള പണിയെടുക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ആ നിലയ്ക്ക് മാപ്പപേക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം അങ്ങനെ ബ്രിട്ടീഷ് റൂളിനെതിരായിട്ടുള്ള ഒരു ത്രെട്ടായിട്ട് ബ്രിട്ടീഷുകാർ കണ്ടില്ല. ഹെഡ്ഗവാറിൻ്റെ എടുത്താൽ എങ്ങനെയാണ്? ഹെഡ്ഗവാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഹെഡ്ഗവാർ തുടങ്ങിയ കാലത്ത് അദ്ദേഹം അനുശീലന സമിതിയുടെ ഭാഗമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ 1914 കഴിഞ്ഞ് കൽക്കട്ടയിൽ നിന്ന് വിട്ട് നാഗ്പൂരിൽ വന്നതിന് ശേഷം പിന്നെ ഹെഡ്ഗവാർ എടുത്ത പണി എന്താണ്? RSS ഉണ്ടാക്കുന്നു. RSS 25 ഉണ്ടാക്കിയതിന് ശേഷം ഹെഡ്ഗവാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എന്ത് ചെയ്തു? പിന്നെ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകരുതെന്ന് പറഞ്ഞ് യുവാക്കളെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ചട്ടം കിട്ടുകയാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യരുത്. വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിലൊക്കെ പോകുന്നുണ്ട്. ജയിലിൽ പോയതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞു. ജയിലിൽ പോകുന്നത് എന്തിനറിയാമോ? ഇതിനാണ്. അവിടെ പോയ ആൾക്കാരെ നിങ്ങൾ ഇത് പണിക്കല്ല നിൽക്കേണ്ടത്, നമുക്ക് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനുള്ള, അതിന് വരണമെന്ന് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ 1930 ജനുവരി 26 നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ആഘോഷിക്കണം, എല്ലാവരും ത്രിവർണ്ണ പതാക ഉയർത്തണമെന്ന് സ്വാതന്ത്ര്യ സമര മൂവ്മെൻറ്റ് ആഹ്വാനം ചെയ്തപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഭഗവത് ധ്വജം ഉയർത്തിയാൽ മതി എന്ന് നിർദ്ദേശം കൊടുത്ത ആളാണ് അദ്ദേഹം.
RSSൻ്റെ പ്രസ്താവന ഓർമ്മയുള്ളത് 47 സ്വാതന്ത്ര്യം കഴിഞ്ഞ തലേദിവസം നമുക്ക് ഈ പതാക അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരും ദീർഘകാലം ഉയർത്താതിരുന്നവരുമാണ്. അത് വേറെ കാര്യം. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കറുടെ ഹെഡ്ഗവാറുടെ പങ്കാളിത്തം എന്താണെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് നോക്കുമ്പോൾ അവരവരുടെയൊക്കെ ചില പണിയെടുത്തായിട്ടും അല്ലെങ്കിൽ ഗൂഢാലോചന കേസിൽപ്പെട്ട് അകത്തു പോയതേ കാണാം. പക്ഷേ ഈ ഹെഡ്ഗവാറിൻ്റെ കാര്യത്തിൽ പോലും ബ്രിട്ടീഷ് IB രേഖകൾ, ഇൻ്റലിജൻസ് രേഖകൾ എടുത്ത് പരിശോധിക്കണം. അയാൾ നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന ആളൊന്നുമല്ല, ബ്രിട്ടീഷ് റൂളിനെതിരായിട്ടുള്ളതല്ല, വേറെ തല പരിപാടികളാണ് പുള്ളിയുടെ ശ്രദ്ധ. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്സിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമാനമായ സംഗതിയാണ് സവർക്കറുടെ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് ആ സവർക്കറെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ആത്മാർത്ഥമായി പണിയെടുത്തവരുടെ പടയണിയിൽ എങ്ങനെ ചേർക്കും എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം സുപ്രീം കോടതിക്ക് ചോദിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ നമ്മുടെ രാഷ്ട്രനായകന്മാരെ ആക്ഷേപിക്കുന്നത് തെറ്റാണ്, ശരി. അങ്ങനെയാണെങ്കിൽ ഗാന്ധിയാണല്ലോ ആദ്യം പാടില്ലാത്ത, അദ്ദേഹമാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്ന ആൾ. ആ രാഷ്ട്രപിതാവായ ഗാന്ധിയെ കൊന്ന സിദ്ധാന്തം ആരുടേതാണ്? ഗാന്ധിയെ കൊന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് സവർക്കർ. പിന്നീട് അദ്ദേഹത്തിന് തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ടു. പക്ഷേ ഗാന്ധിയെ കൊന്ന പ്രത്യയശാസ്ത്രം എഴുതി ഉണ്ടാക്കിയ ആളാണ്, ഹിന്ദുത്വം എന്ന ആശയം ഉണ്ടാക്കിയ ആളാണ്, ആ കൊന്ന ആളുകളെ സ്വാധീനിച്ച ആശയത്തിൻ്റെ ആളാണ്. ആ നിലയ്ക്ക് കൂടി കോടതിക്ക് ആലോചിക്കാനുള്ള ബാധ്യതയില്ലേ? ഗാന്ധിയെക്കുറിച്ച് ആലോചിക്കാനുള്ള ബാധ്യത കോടതിക്കില്ലേ? ഈ വികാരാവേശം കോടതിയിൽ നിന്ന് ഇങ്ങനെ പരാമർശങ്ങളായി വരുന്ന ഘട്ടത്തിൽ ഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആളെ പരാമർശിക്കുകയും അയാളെ പുകഴ്ത്തുകയും അയാൾക്ക് വാഴ്ത്തുപാട്ടായിട്ടുള്ള ലേഖനങ്ങൾ, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഗാന്ധിയെ കൊന്നത് റീക്രിയേറ്റ് ചെയ്യുന്നു. നാഥുറാം വിനായക് ഗോഡ്സെക്ക് വേണ്ടി അമ്പലം ഉണ്ടാക്കും ചില ആളുകൾ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹമാണ് ശരിയായ രാഷ്ട്രനായകനെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ കോടതിക്ക് തോന്നുന്നില്ലേ അദ്ദേഹത്തെ നാഥുറാം വിനായക് ഗോഡ്സെയെ പുകഴ്ത്തുക എന്ന് വെച്ചാൽ അത് ഗാന്ധിയെ ഇകഴ്ത്തുക, ഗാന്ധി മരിക്കേണ്ടവനാണ് എന്ന് സിദ്ധാന്തം അവതരിപ്പിക്കുകയാണല്ലോ. അവിടെയല്ലേ നമുക്ക് കർശനമായ ഇടപെടൽ വേണ്ടത്. അവിടെയൊക്കെ ഇടപെടാത്ത കർശന സ്വഭാവത്തിൽ ഇടപെടൽ, ഇത് നോക്കൂ, ഒരു രാഷ്ട്രീയ പ്രസ്താവന കൂടിയാണ്. അതായത് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. ആ പാർട്ടി സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അപ്പുറത്തു നിന്നുള്ള സവർക്കർ, ആ സവർക്കറെ രാഷ്ട്രീയമായി വിമർശിക്കാൻ എന്താണ് അദ്ദേഹത്തിന് അവകാശമില്ലേ? ഈ ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞതിന് നേതൃത്വം കൊടുത്തതിൻ്റെ ഒരു പാരമ്പര്യം കോൺഗ്രസിന് അവകാശപ്പെടാനുണ്ട്. അതേ കോൺഗ്രസിൻ്റെ അപ്പുറത്ത് രാഷ്ട്രീയമായി നിലകൊള്ളുകയും ഈ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കരുത് എന്ന് പറയുകയും നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ ഹിന്ദു ഊർജ്ജത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ ഒരാൾ, അയാളെ രാഷ്ട്രീയമായി വിമർശിക്കാൻ കോൺഗ്രസ്സുകാർക്ക് അവകാശമില്ല. നാളെ അങ്ങനെ പോയാൽ ഈ CPM-നെ വിമർശിക്കാൻ കോൺഗ്രസിന് അവകാശമില്ല. EMS CPM-കാരുടെ പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം കേരളത്തിലെ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്, കേരളം ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ്. അയാളെ എങ്ങനെ കോൺഗ്രസ്സുകാർ വിമർശിക്കും എന്ന ചോദ്യം കോടതി ചോദിക്കാൻ പാടുന്നു. അപ്പോൾ ഇതെല്ലാ അർത്ഥത്തിലും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്. പ്രത്യേകിച്ച് പരമോന്നത കോടതിയാണ്. വല്ല അലഹാബാദ് കോടതിയൊക്കെയാണ് നമുക്ക് പോക്കെ നമ്മൾ യൂസ്ഡ് ആണ്. ഇതതുപോലെ പരമോന്നത കോടതി രാഹുൽ ഗാന്ധിയോട് പരമാവധിയിൽ കവിഞ്ഞ ശബ്ദത്തിൽ വൈകാരികമായി ചോദിക്കുകയാണ്, നിരാശപ്പെടുത്തുന്നു. ഇതെങ്ങനെ ഒരു വിധിയായിട്ട് പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സംസാരിച്ചിട്ടില്ലേ, ഇതുപോലും ഇന്ത്യയിൽ ചിലപ്പോൾ കുറ്റമാവും. കാരണം സവർക്കർ ആദരണീയനായ രാഷ്ട്ര നേതാവാണ്, അദ്ദേഹത്തെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല എന്നൊരു പ്രീസിഡൻസ് ഉണ്ടാക്കാനാണ് കോടതി ശ്രമിക്കുന്നത്. എനിക്ക് ഞെട്ടലാണ് തോന്നുന്നത്. അജിംസ്, രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതിയുടെ ചീത്തവിളി ഇത്ര കണ്ട്, ഇപ്പോൾ നിഷ പറഞ്ഞ പോലെ എത്ര കണ്ട് ഞെട്ടലും നടുക്കവും ഉണ്ടാക്കുന്ന ഒന്നാണ്. പ്രേമം സിനിമയിൽ രൺജി പണിക്കർ ഹെഡ് മാസ്റ്റർ റൂമിൽ എന്ന് പറയുന്നുണ്ടല്ലോ, നീ ക്ലാസ്സിന് പുറത്തിറങ്ങിയിട്ട് കണ്ടു ഓടിച്ചു. എനിക്കതാണ് ആ ഇത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം യഥാർത്ഥത്തിൽ നിന്ന് കോടതിയിൽ നടന്നത് എന്താണ്, ലക്നോ കോടതിയിലുള്ള ഒരു സമൻസ് സുപ്രീം കോടതി റദ്ദാക്കുകയാണ് ചെയ്തത്. അതായത് രാഹുൽ ഗാന്ധി അതർവൈസ് എന്ത് ചെയ്യണം, ലക്നോയിൽ പോയി കോടതി റൂമിൽ ഹാജരാവണം. അതൊരു ആശ്വാസമാണ്. അല്ല, സുപ്രീം കോടതി റൂമിലുള്ള പ്ലീ എന്താണ്, അതെ, ആ സമൻസ് റദ്ദാക്കണം. രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അംഗീകരിച്ചു. അതാണ് കോടതിയിൽ നടന്നിട്ടുള്ള ജുഡീഷ്യൽ ആയിട്ടുള്ള കാര്യം. ബാക്കിയൊക്കെ രൺജി പണിക്കറുടെ ഡയലോഗാണ്. എന്താണെന്ന് കോടതി പറഞ്ഞത്, അതായത് യുവർ ഒബീഡിയൻറ്റ് സെർവൻറ്റ് എന്ന് കത്തിലെഴുതി സവർക്കർ എന്ന് നിങ്ങൾ അക്കോല എന്ന് പറഞ്ഞാൽ സവർക്കറുടെ ജന്മനാടാണ്, മഹാരാഷ്ട്രയിലെ അക്കോലയിൽ പോയി പ്രസ് മീറ്റിൽ പറഞ്ഞു. മഹാത്മാഗാന്ധി എഴുതിയിട്ടില്ലേ, അതൊക്കെ ഇങ്ങനെ വിമർശിക്കാൻ പാടുണ്ടോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത്, ഫ്രീഡം ഫൈറ്റേഴ്സിന് എന്തിനാണ് ചീത്ത വിളിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ചോദിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള കേസ് എന്താണ് രാഹുൽ ഗാന്ധിയുടെ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സവർക്കർ എഴുതിയൊരു പുസ്തകത്തിൽ ഒരു കോട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ ആ ഭാഗം വാർത്താ സമ്മേളനത്തിൽ അച്ചടിച്ച് പ്രിൻ്റ് ചെയ്ത് മാധ്യമങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതായത് സവർക്കർ എഴുതിയ സാധനമാണ്. എന്താണ് സവർക്കർ പറഞ്ഞതെന്ന് വെച്ചാൽ, ചെറുപ്പകാലത്ത് അദ്ദേഹം ഈ അഭിനവ് ഭാരത് സൊസൈറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ അനുശീലൻ സമിതിയുടെയൊക്കെ കാലം, അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്താണ്, മഹാരാഷ്ട്രയിൽ ഉണ്ടായ ഒരു കമ്മ്യൂണൽ റൈറ്റിൽ എന്തോ വർഗീയമായ സംഘർഷം ഉണ്ടാകുന്നു. അതിൽ മുസ്ലിം യുവാക്കൾക്കെതിരെ ആക്രമണം നടത്തി അവരോട് പ്രതികാരം ചെയ്യുമ്പോൾ എനിക്ക് അമിതമായ ആഹ്ലാദം തോന്നിയിരുന്നു. ഇവന്മാർക്ക് 2 കൊടുക്കുന്നതിൽ എനിക്ക് അമിതമായ ആഹ്ലാദം തോന്നിയിരുന്നു. ഇങ്ങനെ എഴുതി വെച്ച ഒരാളാണ് നിങ്ങൾ ആദരിക്കുന്ന സവർക്കർ എന്ന് BJPയോട് പറയുകയാണ് ചെയ്യുന്നത്. ഇത്ര വർഗീയ മനസ്സുള്ള ഒരാളെയാണ്
നിങ്ങൾ ആദരിക്കുന്നതെന്ന് പറയുകയാണ് ചെയ്തത്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടെക്സ്റ്റ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ എവിടെയും അത് ഏത് പുസ്തകത്തിൽ നിന്നാണെന്നുള്ളത് രാഹുൽ ഗാന്ധി പറയുന്നില്ല എന്നുള്ളത് പ്രശ്നമാണ്. ഇത് ഏത് പുസ്തകത്തിലാണ് എഴുതിയത്, പക്ഷേ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് സവർക്കർ എഴുതിയിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 1924 ആത്മകഥയിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകത്തിലും അദ്ദേഹം ഈ കാര്യം കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ്, സവർക്കറുടെ റെപ്യൂട്ടേഷനെ തകർക്കുന്നതാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇത് ചെയ്തത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കേസ്. അതായത് സവർക്കർ എഴുതി വെച്ചിട്ടുള്ള, സവർക്കർ ഞാൻ തന്നെ ചെയ്തു എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം കോട്ട് ചെയ്യുക മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അപ്പോൾ ആ കേസ് നിലനിൽക്കും, അത് ഡിഫമേഷൻ ആവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ കേസിൽ ലക്നൗയിലുള്ള, ഇത് പല കോടതികളിലായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ലക്നൗവിലെടുത്തുള്ള കേസിൽ ഈ ലക്നൗ കോടതിയുടെ സമൻസ്, രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാണെന്ന സമൻസ് സുപ്രീം കോടതി റദ്ദാക്കുകയാണ്. ലീഗലി നോക്കുമ്പോൾ ഇതിലെന്താണിത്? ഇത് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാണോ? അല്ല. നീ മേലാൽ ഇനി ക്ലാസ്സിലിരുന്ന് കള്ളുപിടിക്കരുത്, നീ മഹാരാഷ്ട്രയിൽ പോയി സവർക്കറെ പറയരുത് എന്നേ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറഞ്ഞത് നമുക്ക് വായിക്കാൻ പറ്റൂ. അതായത് ഒരു വശത്ത് ശാസിക്കുന്ന പോലെ കാണിക്കുന്നു, മറുവശത്ത് സമൻസ് റദ്ദാക്കുന്നു. അതിനപ്പുറം ഇതിന് ആ കോടതിയുടെ ആ പരാമർശത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ ഗ്രൗണ്ടുണ്ട്. അതൊരു വാക്കാൽ പരാമർശമാണ് എന്നതിനപ്പുറം അതിനെന്തെങ്കിലും ഒരു റൂൾ ഓഫ് എന്താണ് പറയുക, ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ നിയമം എന്ന അർത്ഥത്തിൽ നാളെ കെ കരുണാകരന്മാരെ മര്യാദയ്ക്ക് ഭരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കെ കരുണാകരനോട് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. കെ കരുണാകരനെതിരെ എന്തെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കെ കരുണാകരൻ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഉൾപ്പെടെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ പറയുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കെ കരുണാകരൻ, അദ്ദേഹത്തെ ഇങ്ങനെ കേരളത്തിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, അദ്ദേഹം ദൈവത്തെ പോലെ ആരാധിക്കപ്പെടുന്ന നാട്ടിൽ പോയി നിങ്ങൾ വിമർശിക്കപ്പെടാവോ എന്ന് ഒരു കോടതി വാക്കാൽ ചോദിച്ചാൽ അതിന് നിയമപരമായ എന്തെങ്കിലും ഗ്രൗണ്ട് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ കരുണാകരനെ വിമർശിക്കാൻ പാടില്ല, നാളെ EMSനെ വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ വരുമോ? ഇത് അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാത്തൊരു കാര്യം പറയല്ലേ. ഇത് സവർക്കർ എഴുതി വെച്ചിട്ടുള്ള പുസ്തകത്തിൽ നിന്നൊരു കോട്ട് ചെയ്യുക മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. യഥാർത്ഥത്തിൽ ഇന്ന് സുപ്രീം കോടതിയിലുണ്ടായത് രാഹുൽ ഗാന്ധിക്ക് ആശ്വാസമായൊരു നടപടിയാണ്. വിധിക്ക് ചേർന്ന പരാമർശമല്ല വന്നതെന്നുള്ളതാണ്. അല്ല, കോടതിയിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മൾ തന്നെ ഇപ്പോൾ വാർത്ത ചെയ്യുമ്പോൾ കണ്ടില്ലേ, വിചാരണ സമയത്ത്, വാദം കേൾക്കുന്ന സമയത്തൊക്കെ ഹൈക്കോടതി അതിരൂക്ഷമായ പ്രസ്താവന നടത്തുകയും ചിലപ്പോൾ വിധി വരുമ്പോൾ നേരെ തിരിച്ചാവാനും സാധ്യതയുണ്ട്. അത് കോടതിയുടെ രീതിയാണ്. കോടതി അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനിൽ നിന്ന് എന്താണ് കോടതി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ പേരിൽ കോടതി ചില എന്താണ് പറയുക, സ്പൈസി ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, ചില ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കും. അതൊക്കെ കോടതിയുടെ അഭിപ്രായമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും. അപ്പോൾ ആ വിധിക്ക് ചേർന്ന പരാമർശമല്ല, പർപ്പസ്ഫുള്ളി ജഡ്ജ് ആ വിഷയം സൂചിപ്പിച്ചതുപോലെയാണ് വിലയിരുത്തലും തോന്നലും വരുന്നത്.